ഈ CJP സമരത്തിനെതിരായ പോലീസ് നടപടി പ്രതിഷേധിച്ചുകൂടി ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ട് SFIയുടെ പഠിപ്പ് മുടക്ക് കൂടിയാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, അതേപോലെ NDA പിരിച്ചുവിടുക, കുറച്ച് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ ബന്ദ്. ജന്തർ മന്ദർ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തിൽ കേരളത്തിൽ നിന്നുള്ള SFI പ്രവർത്തകരും വരും ദിവസങ്ങളിൽ ഭാഗമാകും. DYFI പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഇന്ന് ഏകദിന ഉപവാസം നടത്തും. CITU പ്രഖ്യാപിച്ച ലോക് ഭവൻ മാർച്ചും ഇന്ന് നടക്കുന്നുണ്ട്. ഹാൻസ് ജോൺ വിവരങ്ങളുമായി ചേരുന്നു. ഹാൻസെ, ഗുഡ് മോർണിംഗ്. ജന്തർ മന്ദറിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തും പ്രതിഷേധങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധമുണ്ടായി. ഇന്നലെ SFIയുടെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇന്നും സമാനമായ രീതിയിൽ SFIയുടെ പഠിപ്പ് മുടക്കുണ്ട്, DYFIയുടെ പ്രതിഷേധമുണ്ട്, CITU അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് വരുന്നു. അപ്പോൾ ഇന്ന് പൊതുവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം ഹാൻസ്? സേതു, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് സമാനമായ രീതിയിൽ തന്നെ വലിയ പ്രതിഷേധം ഇന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ തന്നെ KSUവിൻ്റെ വിദ്യാഭ്യാസ ബന്ധുണ്ടായിരുന്നു. ASFും ഇന്നലെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെയാണ് SFI ഇന്ന് സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികളും ഈ പ്രതിഷേധത്തിൽ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ ബന്ദിൽ പങ്കെടുക്കുമെന്നാണ് SFI സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ DYFIയും ഇന്ന് ശക്തമായ പ്രതിഷേധം നടത്തുന്നുണ്ട്. ഡേ ഫോർ ഡൽഹി എന്നുള്ള പേരിൽ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തുമെന്നാണ് DYFI അറിയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ CITUവിൻ്റെ ലോക് ഭവൻ മാർച്ച് ഇന്നുണ്ടാകും. അഖിലേന്ത്യാ നേതൃത്വത്തിലുള്ള എളമരം കരീമിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഇന്ന് ലോക് ഭവൻ മാർച്ച് സംഘടിപ്പിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ SFIയുടെയും DYFIയുടെയും അതിനോടൊപ്പം തന്നെ CPIMൻ്റെയും നേതാക്കൾ വരും ദിവസങ്ങളിൽ ഡൽഹിയിലേക്ക് പോകും. ജന്തർ മന്ദറിലെ സമരത്തിൽ നേരിട്ട് പങ്കെടുക്കാനായി ഈ നേതാക്കൾ എല്ലാവരും തന്നെ ട്രെയിൻ കയറി ഡൽഹിയിലേക്ക് പോകും എന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വിവിധ സാംസ്കാരിക കൂട്ടായ്മകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും നേതൃത്വത്തിൽ വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം ഉണ്ടാകും എന്നുകൂടിയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അതേസമയം BJPയുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിരോധം ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് KPCC തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് BJP നടത്തിയ മാർച്ച്. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിനെതിരായിട്ടായിരുന്നു BJP അത്തരമൊരു മാർച്ച് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലേക്ക് നടത്തിയത്. സമാനമായ ഒരു പ്രതിഷേധം ഇന്ന് യുവമോർച്ചയുടെ നേതൃത്വത്തിലും നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് ഇന്ന് യുവമോർച്ച പ്രതിഷേധം സംഘടിപ്പിക്കും. രണ്ട് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ പ്രതിഷേധം. അതിലൊന്ന് PSC പരീക്ഷകളിലെ ക്രമക്കേടാണ്, മറ്റൊന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ്. അങ്ങനെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് അതിനോടൊപ്പം തന്നെ ഇടത് സംഘടനകളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ BJPയുടെ ഭാഗത്തു നിന്നും അതിൻ്റെ പോഷക സംഘടനകളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. ശരി ഹൻസെ, ശരി.